പവിത്രത്തിലാണെങ്കിൽ അങ്ങനെ നമ്മുടെ വിക്രത്തെ കാണാനായിട്ട് ജയിലിലേക്ക് എത്തുന്ന വേദയെ കാണാനായിട്ട് കഴിയും പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അതായത് ഒരു വർഷത്തോളം വിക്രമാണെങ്കിൽ വേദയെ കാണാതെ നല്ല രീതിയിൽ സങ്കടപ്പെടുന്നൊരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്. അപ്പോഴാണ് വേദ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ വന്നെത്തുന്നത് എന്ന് കാണാനായിട്ട് കഴിയും. അതായത് വിക്രമാണെങ്കിൽ ആദ്യത്തെ ഒരു വർഷക്കാലം വേദ എവിടെയാണ് മറഞ്ഞിരിക്കുന്നത്, അവളുടെ അവസ്ഥ എങ്ങനെയായിരിക്കും, അവൾ എങ്ങനെ ഇതെല്ലാം തരണം ചെയ്യുമെന്നൊക്കെ ചിന്തിക്കുന്നത് കാണാനായിട്ട് കഴിയും, കാണാനായിട്ട് സാധിക്കൂട്ടോ. ഇതേ സമയമാണെങ്കിൽ ഇവിടെ വേദയാണെങ്കിൽ താൻ അമ്മയാണ്, താൻ ഗർഭിണിയാണെന്നുള്ള രഹസ്യം മറച്ചു വെക്കണം. കൂടാതെ ഇപ്പോൾ വിക്രത്തെയോ വിക്രത്തിൻ്റെ ഫാമിലിയെയോ തൻ്റെ ഫാമിലിയെയോ കാണാൻ പോയാൽ അത് തനിക്കും തൻ്റെ കുഞ്ഞിനും അപകടമാണ് എന്ന് തിരിച്ചറിയുന്ന വേദയാണെങ്കിൽ തന്ത്രപൂർവ്വം പോവാതിരിക്കുന്നതാണ് എന്ന് കാണാം. അങ്ങനെ ഒരു വർഷം കഴിയുമ്പോഴാണ് വേദ പോകുന്നത് എന്ന് കാണാൻ കഴിയും. അപ്പോഴേക്കും വിക്രമൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ ടെൻഷൻ അടിക്കുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ സങ്കടപ്പെടുന്നുണ്ട് എന്ന് കാണാൻ കഴിയും. വേദയെ കാണാത്തതിൻ്റെ സങ്കടം വിക്രം പൊട്ടിക്കരഞ്ഞ് തീർക്കുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് വിക്രത്തെ തേടി, അതായത് വിക്രത്തെ കാണാനായിട്ട് ആദ്യം തന്നെ വിക്രത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. അതിനൊപ്പം തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ വിക്രത്തിൻ്റെ അടുത്തേക്ക് വേദ ചെല്ലുന്നൊരു കാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിയും, കാണാൻ സാധിക്കും. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം വേദയെ നേരിൽ കണ്ടതും വിക്രമാണെങ്കിൽ സന്തോഷം കൊണ്ട് പൊട്ടിക്കരയാനായിട്ട് തുടങ്ങുന്നത് കാണാൻ സാധിക്കും. കൂടാതെ വിക്രം വേദയോട് ചോദിക്കുന്നുണ്ട്, നീ എത്ര കാലം എവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു, നീ എന്തുകൊണ്ട് എന്നെ കാണാനായിട്ട് വന്നില്ല, നീ എന്നെ മറന്നു വേദേ, നിനക്കെന്നെ ഇഷ്ടമില്ലേ എന്നൊക്കെ ചോദിക്കുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം വേദ പറയുന്നുണ്ട്, വിക്രം, ഞാൻ നിങ്ങളെ അങ്ങനെയൊക്കെ മറക്കുമെന്നും അങ്ങനെ ഉപേക്ഷിക്കുമെന്നും നിങ്ങൾ വിചാരിച്ചോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഞാൻ നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. നിങ്ങളെൻ്റെ എല്ലാമാണ്, നിങ്ങളെൻ്റെ പ്രാണനാണ് വിക്രം. ഞാൻ വരാതിരുന്നതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾ പുറത്തിറങ്ങി കഴിയുമ്പോൾ ഞാൻ വ്യക്തമാക്കാമെന്ന് പറയുന്നൊരു കാഴ്ച കാണാൻ സാധിക്കൂട്ടോ. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ വിക്രമാണെങ്കിൽ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ, നീ ഇപ്പോൾ എവിടേക്കാണ് പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ സമയമാകുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും പറയും. കൂടാതെ വിക്രം, നിങ്ങൾ ശിക്ഷ കഴിഞ്ഞിറങ്ങുന്ന സമയം നിങ്ങളെയും കാത്ത് ഞാൻ പുറത്തുണ്ടാകുമെന്ന് വാക്ക് കൊടുക്കുന്ന വേദയെയും കാണാനായിട്ട് കഴിയൂട്ടോ. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ വിക്രമാണെങ്കിൽ ഇവൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ചിന്തിക്കുന്നത് കാണാനായിട്ട് കഴിയും, കാണാനായിട്ട്